ഹലോ, ഞാൻ ഡോക്ടർ അനഘ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാത, പിത്ത, കഫ പ്രകൃതിൻ്റെ പ്രത്യേകതകളെ പറ്റി പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വാത, സ്കിൻ കെയർ, ഡയറ്റ് എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഓൾറെഡി, വാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും മോയ്സ് കണ്ടൻറ്റുള്ള അതേപോലെ ഓയിൽ ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഈ കൂട്ടർക്ക് അഭ്യംഗം വളരെ നല്ലതാണ്. അഭ്യംഗം എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി ഓയിൽ മസാജ്. അത് നിങ്ങൾക്ക് ധന്വന്തര തൈലം, മഹാനാരായണ തൈലം, ബല തൈലം ഇവയൊക്കെ തേച്ച് കുളിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ചെറുതായിട്ട് ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം നിങ്ങളുടെ ബോഡിയിൽ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 20 to 30 മിനിറ്റ്സ് ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് പോയിട്ട് കുളിക്കാവുന്നതാണ്. അതേപോലെ ഫേസ് പാക്ക് എടുക്കുമ്പോഴാണെങ്കിലും ആൽമണ്ട് ഓയിൽ, ഇപ്പോൾ ഹണി, അവക്കാഡോ ഇങ്ങനത്തെയൊക്കെ, യോഗട്ട് ഇതൊക്കെ എടുക്കാവുന്നതാണ്. ഇതിലൊക്കെ നിങ്ങളുടെ സ്കിന്ന് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും അതേപോലെ നിങ്ങളുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാനും മോയ്സ്ചർ കണ്ടൻറ്റും ഒക്കെ ഈ ഇൻഗ്രീഡിയൻസിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് വാത ടൈപ്പ് സ്കിന്നുള്ളവർക്കുള്ള ടിപ്സാണ്. അപ്പോൾ നിങ്ങൾ ക്ലേ ഫേസ് മാസ്ക് യൂസ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ സ്കിന്നിനെ ഒന്നുകൂടെ ഡ്രൈ ആക്കുന്നതാണ്. അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചെറു ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഓയിലി ആയിട്ടുള്ള മോയ്സ് കണ്ടൻറ്റുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് ഈ സ്കിൻ ടൈപ്പുള്ളവർക്കുള്ള ടിപ്സ്. ഇനി നമുക്ക് ഡയറ്റിനെ പറ്റി പറയാം. നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അവക്കാഡോ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക. സാലഡും സ്നാക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ സ്കിന്നിനെ നന്നായി നറിഷ് ചെയ്യും. അതേപോലെ തന്നെ ഇതിൽ എസെൻഷ്യൽ ഓയിലും ഫാറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവക്കാഡോ നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വാമായിട്ടുള്ള സൂപ്പ്, സ്റ്റ്യൂ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഇലക്കറികൾ ഇതൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. പാല് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സ്കിൻ കെയർ ആൻഡ് ഡയറ്റ്.